إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ യഥാവിധി അനുസരിക്കാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അറബ് മാസത്തിലെ ദുൽഖഅദ് മാസം അതിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന ദുൽഹിജ്ജ മാസം അതിന്റെ പ്രാധാന്യത്തോടുകൂടി നമ്മളിലേക്ക് സമാഗതമാവുകയുമാണ്. സ്വാഭാവികമായും ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, ഒരുങ്ങേണ്ടതായ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഞാൻ. നമുക്കറിയാം, പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഈമാനിനെ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കർമ്മങ്ങളിലെ വളരെ സുപ്രധാനമായ ഒരു കർമ്മമാണ് ബലികർമ്മം എന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജിലും അതുപോലെ തന്നെ ദുൽഹജ്ജ് 10-ലെ ഈദുൽ അദ്ഹയിലുമൊക്കെ ഉദ്ഹിയത്തും അതുപോലെ അറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ഹുതുബയോടുകൂടി നമ്മളെല്ലാവരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഒരു സൽക്കർമ്മം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയത്തക്ക വിധം, അല്ലാഹു അത് കബൂൽ ചെയ്യത്തക്ക വിധമുള്ള ഒരു ഒരുക്കം അതിലൂടെ ഉണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. അതിൽ തന്നെ അള്ളാഹു പറയുന്നത് ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ റബ്ബിനു വേണ്ടി രണ്ട് കാര്യം പറയുന്നത്. ഫസല്ലി, നീ നമസ്കരിക്കുകയും വൻഹർ, നീ ബലിയറുക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പുരാതന കാലം മുതൽ തന്നെ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായി മൃഗബലി പുണ്യകർമ്മമായി കരുതപ്പെട്ടു വന്ന ഒരു കർമ്മമാണ്. അത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വന്ന് എല്ലാ ദീനിന്റെ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളും പൊളിക്കുന്ന കൂട്ടരുണ്ടല്ലോ. അവര് മറ്റുള്ള പല ആളുകൾക്ക് വേണ്ടിയിട്ടും സന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ടും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അതിനെങ്ങനെ വഴിതിരിച്ചു വിടുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മളോ നമ്മുടെ കുടുംബക്കാരോ ആയ ആളുകളൊക്കെ അതിന്റെ പിന്നാലെ പോകുകയും അത് വളരെ സുഗമമായി നടന്നു പോവുകയും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഒന്നിലധികം ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ ഉദ്ഘോഷിച്ചുകൊണ്ട് പഠിപ്പിച്ച ഈ ബലികർമ്മത്തിൽ, ഉളുഹിയ്യത്തിൽ പൊതുവെ ഈ പറഞ്ഞ ആളുകളും നമ്മളുമൊക്കെ പിറകോട്ടാണ് എന്നുള്ളതാണ് വാസ്തവം. ഉള്ള ആളുകൾ തന്നെ ഒരു മിനിമം നൽകി, ഒരു ഷെയർ നൽകി, ഒരു ചെറുത് നൽകിയൊക്കെ ഇങ്ങനെ, എന്നാലും അവർ അങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ ഇതിനൊക്കെ നല്ല കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കഴിവുള്ള നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും വളരെ പിറകോട്ടാണ് എന്നതാണ് ഇന്നത്തെ ഖുത്ബയുടെ പ്രാധാന്യം നമ്മൾ വിളിച്ചോതുന്നത്. ഇസ്ലാമും പ്രപഞ്ച സൃഷ്ടാവിനെ വണങ്ങുന്നതിനുള്ള ഒരു രൂപമായി ഈ ബലികർമ്മത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരു ജീവൻ എടുക്കുന്നത് ഇസ്ലാമിൽ മഹാപാപമാണ്. പക്ഷേ ഇവിടെ ഉലുഹിയ്യത്ത് എന്ന സൽക്കർമ്മത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്ന കർമ്മം അള്ളാന്റെ അടുക്കൽ വളരെ വലിയ പ്രീതിയിൽ, വളരെ വലിയ പ്രതിഫലത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒന്നാണ്. ഒരു ജീവിയെ നമുക്ക് കൊല്ലാൻ പാടില്ല, പക്ഷെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ് അത് നിർവഹിക്കുവാൻ. ഈ ബഹീമത്തുൽ അൻആമിൽപ്പെട്ട ഈ ജീവജാലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തിന്നാനും കൂടിയിട്ടാണ് പടച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതം. ഒരു ജീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കന്നുകാലികളായ ഒട്ടകത്തെയും കാലികളെയും ആടുമാടുകളെയും പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു പറയാണ്, വല്ലാത്ത രണ്ടായത്തുകളുണ്ട് പ്രിയപ്പെട്ടവർ. ഒന്ന്, നിങ്ങൾക്കത് വസ്ത്രമാക്കാൻ. എങ്ങനെ വസ്ത്രമാക്കാൻ? തണുപ്പിനെ നിങ്ങൾക്ക് കവചമാക്കുന്ന വസ്ത്രമാക്കാനും നിങ്ങൾക്ക് തിന്നാനുമാണ് അതിനെ പടച്ചത് എന്ന് ഒരായത്തിൽ പറയുന്നത്. മറ്റൊരായത്തിൽ പറഞ്ഞറിയോ, നിങ്ങൾക്ക് വാഹനമാക്കാനും നിങ്ങൾക്ക് ഭക്ഷണമാക്കാനും വേണ്ടിയിട്ടാണ് അതിനെ പടച്ചത്. ചിന്തിച്ചോക്കെ, ഒരേ ജീവിയെ വസ്ത്രം, വാഹനം, ഭക്ഷണം, ഇത് മൂന്നും ആക്കണം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? സുബ്ഹാനല്ലാഹ്. ഒരേ ജീവിയെ അള്ളാഹു നൽകിയത് എന്തിനാ? ഒന്ന് വസ്ത്രം ഉണ്ടാക്കാൻ, കമ്പിളി പുതപ്പുകൾ, തോൽ പുതപ്പുകൾ ഉണ്ടാക്കാൻ, കവചങ്ങൾ ഉണ്ടാക്കാൻ. ചിന്തിച്ചു നോക്കി, തണുപ്പിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തോൽ കുപ്പായങ്ങൾ ഉണ്ടാക്കാൻ. ഒന്നോ മാംസം കഴിക്കാൻ, മറ്റൊന്നോ അതിനെ തന്നെ വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താൻ, ഭാരം വഹിക്കുന്ന, താക്കോൽ ഭാരങ്ങൾ വഹിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി വാഹനങ്ങളാക്കുന്ന തരത്തിൽ വാഹനങ്ങളാക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു അതിനെ പടച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അത്തരം ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ബലിയൊട്ടകങ്ങളെല്ലാം നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ എന്താ പറയാ അടയാളങ്ങളാക്കിയിട്ട്, മതചിഹ്നങ്ങളാക്കിയിട്ടാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. അവയിൽ വരിവരിയായി അതിനെ നിലനിർത്തിക്കൊണ്ട്, വരിവരിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്റെ അള്ളാഹുവിന്റെ സൽകീർത്തനം നടത്തുവിനെന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ അറിവ് നടത്താൻ അള്ളാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ട്, ഫകബ്ബിർഹു തക്ബീറാ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, അള്ളാഹുവിനെ സൽകീർത്തിപ്പെടുത്തിക്കൊണ്ട്, തക്ബീർ ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ മാംസമോ രക്തമോ നമ്മുടെ റബ്ബിന് ആവശ്യമില്ല. ആ അറിവിനോട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ. പാലൊഴിക്കുന്ന ദൈവങ്ങളുടെ മുകളിലേക്ക് പാലൊഴിക്കുന്നു, പലതും വെക്കുന്നു, ദൈവത്തിന് തിന്നാൻ കൊടുക്കാനായിട്ട് പലതും എറിഞ്ഞു കൊടുക്കുന്നു, എല്ലാം നൽകുന്നു പലരും. പക്ഷെ നമ്മോട് റബ്ബ് പറയാണ്, നിങ്ങൾ അതിനറുക്കുവിൻ, എന്നിട്ട് വിതരണം ചെയ്യും, അതൊരൽപ്പം നിങ്ങൾ കഴിക്കുവിൻ, എനിക്കത് വേണ്ട. അള്ളാഹ് പറയാണ്, മാംസം എനിക്ക് ആവശ്യമില്ല, രക്തം എനിക്ക് ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ അറിവിനോട് കിട്ടേണ്ടത് നിങ്ങളുടെ തഖ്വയാണ്.
അള്ളാന്റെ മാർഗത്തിൽ ഞാൻ അറുക്കുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സുഖമില്ലാത്തത് പറ്റൂല, കണ്ടുമടുത്ത്, അതായത് വേണ്ടാന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാധനമല്ല. നമ്മൾ ഏറ്റവും ആകർഷണീയതയും വിലയും മൂല്യവും നൽകുന്ന അരോഗാത്രനായ കാലിയെ അതിന്റെ പ്രായം പറഞ്ഞുകൊണ്ട് അറുത്തോളി, വേദന ഒഴിവ്. അങ്ങനെന്താ പോറ്റി വളർത്തിയിട്ട് അറക്കുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. അതിന്റെ അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. അതിന്റെ വേദനയുടെ ആഴം എത്രയാണെന്ന് നമുക്ക് പറയാനുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് പറയാണ്, ഈ ബലിക്ക് ഒരു സന്ദേശം പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് പ്രിയപ്പെട്ടതെന്തും ഒരു ജീവൻ പോലും ദൈവശാസനമുണ്ടെങ്കിൽ ബലി നൽകാൻ തയ്യാറാണ് എന്ന അടിമയുടെ ആ ഒരു തീരുമാനത്തിന്റെ സന്ദേശവും കൂടി ആ അറവിലൂടെ നൽകിയാണ്. അള്ളാഹ് നമുക്ക് നൽകിയതെല്ലാം അള്ളാഹ് ചോദിച്ചാൽ കൊടുക്കേണ്ടവരാ പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുപോലെ അള്ളാഹ് ചോദിച്ചതാണ്. എന്ത്? നിങ്ങൾ അറക്കുക, നിങ്ങളുടെ സമ്പത്തിൽ കാലി സമ്പത്തിൽ നിന്ന് അറക്കുക, അതല്ലെങ്കിൽ മറ്റു സമ്പത്തുകളിൽ നിന്ന് കാലികളെ സംഘടിപ്പിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ അറക്കുവിൻ. കഴിവുള്ളവൻ ഓരോ ആടിനെ അറക്കുവിൻ. ഇനി അതിന് കഴിയാത്തവർ എന്ത് ചെയ്തോളൂ? മറ്റുള്ള ഒട്ടകങ്ങളെയും കന്നുകാലികളെയും നിങ്ങൾ 7 പേര് കൂടിയിട്ട് നിങ്ങൾ അറക്കുവിൻ. 8 ആയാൽ അത് അസാധുവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് പറഞ്ഞിട്ട് കൃത്യപ്പെടുത്തി. 7 പേര്. 8 ആയാലോ 8 ആളതും പോയി. അതുകൊണ്ട് സൂക്ഷിക്കുക. കുറെ സമ്പത്ത് ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് ഒന്നിനങ്ങ് അറക്കുക എന്ന് പറ്റൂല. ഇനിയോ ഈ ഉളുഹിയ്യത്തിന്റെ പ്രത്യേകത ഹഖീഖയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിനറക്കാനാണ് പഠിപ്പിച്ചത്. അല്ലേ? ആണ് നമുക്ക് ജനിച്ച കുഞ്ഞിന് ആ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ അറക്കുന്നതാണ് ഹഖീഖ. ആക്കാന്ന് പറഞ്ഞാൽ അറുത്തു, അല്ലെ? ആ ഹഖീഖ അറക്കുന്നത്. അത് ആൺകുട്ടിയാണ് നമുക്ക് അല്ലാഹു നൽകിയ കുട്ടിയെങ്കിൽ 2 ആടിനെയും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയുമാണ് അറക്കേണ്ടത്. അവിടെ എന്തില്ല? മറ്റുള്ളതിനൊന്നും അത്ര പ്രോത്സാഹനം ഇല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ആളുകൾക്ക് മാംസം കൊടുക്കാൻ വേണ്ടി മറ്റുള്ളതൊക്കെ അർത്ഥമുള്ള പ്രശ്നമില്ല. പക്ഷേ ഹഖീഖയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ ആടാണ് ഏറ്റവും ഉത്തമമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഉദുഹിയത്തിൽ ആട്ടിനറുക്കാം, ഒട്ടകത്തെ അറുക്കാം, അതേപോലെ തന്നെ കാലികളെയും അറുക്കാം. രോഗമുണ്ടാകരുത്, മുടന്തുണ്ടാകരുത്, അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ അറുക്കാൻ സാധിക്കും. ഇനിയോ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ എന്തിനും തയ്യാറാണ് എന്ന പ്രഖ്യാപനമായിരുന്നു ഈ ഒരു അറവിന്റെ പിന്നിലുള്ള ചരിത്രം. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രാരംഭ പ്രാർത്ഥനയിൽ നമസ്കാരങ്ങളിലൊക്കെ ചൊല്ലുന്ന ആളുകളാണ് നമ്മൾ. നിശ്ചയമായും നബിയെ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുഖി എന്റെ വഴിപാടുകൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവർ. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിച്ചതിന്റെയും അപ്പുറത്തുള്ള കഴിവുള്ളവനാണ്. ഈ ആലുമായ ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആ റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത്. ഇനിയോ ബലികർമ്മം അല്ലാഹുവിനുള്ള പരിപൂർണമായ സമർപ്പണമാണ്. അതിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. ആളുകളെ കാണിക്കാൻ, പ്രസിദ്ധി നേടാൻ, അല്ലെങ്കിൽ ഒരു തുടർച്ച കിട്ടാൻ, ഇതൊന്നും പറ്റില്ല. എന്ത് വേണം? അള്ളാഹുവിനോട് പ്രതിഫലം. കഴിഞ്ഞ വർഷം വരെ ആളുകൾക്കിടയിൽ എല്ലാ കൊല്ലം അവരിങ്ങനെ വന്ന് നിങ്ങൾ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ മോശല്ലേ എന്ന് വിചാരിച്ചിട്ട് ചേർന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവര് പറ്റൂല. അത് അവരെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ പറ്റൂല. പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനിക്കണം. ഖതീബ് പറഞ്ഞതുപോലെ, ഹദീസുകൾ പറഞ്ഞതുപോലെ, ഖുർആനിൽ കേട്ടതുപോലെ അള്ളാന്റെ മാർഗത്തിൽ വേദനയോടെ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് എന്റെ തെക്കുവയാണ് അത്ര അള്ള കൊണ്ടുപോകുന്നത്. അതാണ് നമ്മളിപ്പോ കേട്ടത്. അതുകൊണ്ട് എന്റെ തെക്കുവ അവിടെ എത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലുള്ള അറിവിന് നമ്മൾ തയ്യാറാവണം. അതിനാൽ നാം ഉദ്ദേശിക്കുന്നത് അള്ളാന്റെ വജ്ഹായിരിക്കണം. അള്ളാഹുവിന് ബലിമൃഗത്തിന്റെ ഇറച്ചിയോ ഈ രക്തമോ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലഹു തഖ്വാ മിൻകും. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിൽ പറയാണ്, അവയുടെ മാംസമോ രക്തമോ അല്ലാഹുവിങ്കൽ എത്തുന്നില്ല തന്നെ, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അവിടെ എത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇനി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ നടത്തിയ ബലിയാണ്. എന്താണ് ഖുർആൻ പരാമർശിച്ച ബലികളിൽ ഒന്നാമത്തെ ബലി അതായിരുന്നു. എങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖുൽ അലൈഹി നബഅ ബനി ആദമ ബിൽ ഹഖ് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്താ? ബനൂ ഇസ്രായേലിൽ നടത്തിയ ബലിയാണ്. വൈദ ഖാല മൂസ, കുറേണ്ടത് പറയാൻ, നമ്മുടെ ഖുതുബയുടെ സമയം പരിമിതമാണ്.
وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അള്ളാഹു നിങ്ങളൊരു പശുവിനെ അറക്കണമെന്ന് കൽപ്പിക്കുന്നു. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു അറിവിനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ അറിവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഏതാ അറിവ്? ആദ്യത്തെ രണ്ടറിവ് പോലെയല്ല പ്രിയപ്പെട്ടവരെ. തന്റെ മകൻ ഇസ്മായിലിനെ അറക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ആജ്ഞാപിക്കുകയും അവർ രണ്ടുപേരും ചർച്ച ചെയ്തു. പാപ്പ മോനോട് ചോദിച്ചു, മോനെ ഇങ്ങനൊരു വന്നിട്ടുണ്ട്, ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുണ്ട്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിന്നെ അറുക്കാൻ. എപ്പോഴാണെന്നറിയോ? വാർദ്ധക്യത്തിൽ ഒരുപാട് വൈകിട്ട് കിട്ടിയ മോന. ഞാനിവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടപ്പോ പലരും 12 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മോനാണ്, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള, അങ്ങനെ കുറെ ആളുകളെ കേൾക്കുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒന്നും ബേജാറാവണ്ട. അള്ളാന്റെ കൂട്ടുകാരന് അള്ള നൽകിയത് ഒരുപാട് 10-60 വയസ്സുകൾക്ക് ശേഷം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. ആ കുട്ടി തനിക്ക് സഹായിയായി വരുന്ന വലുപ്പത്തിയെപ്പോ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ആയ സമയത്താണ് പറഞ്ഞത്, നിങ്ങളെ മോനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? കമഴ്ത്തി കിടത്തിയിട്ട് അറക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞിട്ടാണോ? പാപ്പാനോട് ചോദിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അള്ളാഹ് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്ന അർത്തോളിന്ന് മോൻ സമ്മതം കൊടുത്തു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നത്തെ സമുദായത്തിലും ജീവിക്കുന്ന, കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടികളൊക്കെ ആലോചിച്ചോളി, പഠിച്ചോളി. നമ്മളെ വാപ്പ ഇന്നൊന്ന് അടിച്ചാൽ, ഒന്ന് ശകാരിച്ചാൽ കേസ് കൊടുക്കാണ് മോന് കോടതിയിൽ. അല്ലേ? മകളുടെ പ്രേമം, മകളുടെ മറ്റൊരുത്തനുമായിട്ടുള്ള അഫയർ, അത് ചോദ്യം ചെയ്തൊന്ന് ശകാരിച്ചാൽ, ഒന്ന് തള്ളിയാൽ വാപ്പ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കണം ഓപ്പോസിറ്റ്. അവന്റെ കൂടെ പോവാനേ, വീട്ടിൽ എനിക്ക് സുരക്ഷിതത്വമില്ല, ഉമ്മയും ബാപ്പയും എന്നെ പീഡിപ്പിക്കുകയാണെന്ന് പറയുന്ന മക്കളെ നിങ്ങൾ കേട്ടോളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, മോനെ നിന്നെ അറുക്കാൻ ഓർഡർ ഉണ്ട് അള്ളാന്റെ. മോനെന്താ പറഞ്ഞത്? വാപ്പാ, അള്ളാന്റെ അടുത്തുനിന്നുള്ള ഓർഡർ ആണെങ്കിൽ ഞാൻ റെഡിയാണ്, അറുത്തോളി. എന്നെ ക്ഷമാശീലിക്കളിൽ നിങ്ങൾക്ക് കണ്ടേക്കാം, ഞാൻ അവിടെ ഉണ്ടാകും, ലോകത്തിൽ സ്വർഗത്തിലുണ്ടാകും, അത് അറുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതം നൽകുന്ന മക്കളായിരുന്നു ഇസ്ലാമിന്റെ പല മക്കളുടെ കുടുംബ പരമ്പരയും ചരിത്ര പരമ്പരയും പ്രവാചക പരമ്പരയും നോക്കുമ്പോൾ ബാപ്പയും മോനും അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും പഠിക്കണം. ഏത് ചീത്ത കേൾക്കുമ്പോൾ ഇത് 18 വയസ്സേ ഞങ്ങൾ ഇന്നോട് കളിക്കരുതിട്ടോ എന്ന് പറയുന്നിടത്തേക്ക് പോകുകയല്ല വേണ്ടത്, മറിച്ച് അനുസരണയുള്ള മോനാകാൻ പ്രിയപ്പെട്ടവരെ മക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഉരുവിനെ തന്നെയാണ് ആദ്യത്തെ രണ്ടുപേരും ബലികർമ്മമായി നടത്തിയത്. പക്ഷേ അതിന്റെ പിന്നിലെ ആത്മാവായ തഖ്വ എന്തായിരുന്നു? ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. ആരാധനകളിൽ തഖ്വയെല്ലാം കൈമോശം വന്നാൽ പിന്നെ നമുക്കറിയാലോ, കർമ്മങ്ങൾ ജീവനില്ലാതായി പോകും. അതിലുള്ള ഏതൊരു ആരാധനയുടെയും തഖ്വ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ എന്തായി? വേസ്റ്റായി. അതുകൊണ്ട് ആ തഖ്വ നിർബന്ധമാണ്. അതേസമയം തികഞ്ഞ സമർപ്പണ ബോധവും ആത്മാർത്ഥതയുമായിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്നോട് പറഞ്ഞിട്ടുള്ള ബലിക്ക് ഒരുങ്ങിയിട്ടുള്ളത്. അള്ളാഹു നോക്കുന്നത് പ്രവർത്തനങ്ങളുടെ വലുപ്പത്തിലേക്കല്ല, മറിച്ച് അതിന്റെ ആത്മാർത്ഥതയിലേക്കാണ്. കോടീശ്വരനായ ഒരു മനുഷ്യൻ 1,00,000 രൂപ സംഭാവന ചെയ്യുന്നതും ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുന്ന റൊട്ടിയിൽ നിന്നൊരു കഷ്ണം എടുത്തു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവനെ. ഓരോന്നിനും വ്യത്യാസമുണ്ട്. കാരണം എന്താ? ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഇരുകൂട്ടർക്കും കിട്ടും. പക്ഷേ ഒരാൾ നൽകുന്നത് എന്താ? അയാൾക്ക് വളരെ അത്യാവശ്യമായ ഒരു സംഗതി എടുത്തിട്ടാണ് അയാൾ ദാനം ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്. അതുപോലെയാണ് കാര്യങ്ങളുടെ ആത്മാർത്ഥതയിലാണ് അതിന്റെ കിടപ്പുള്ളത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ അതുപോലെ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തഖ്വ ഹൃദയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഹൃദയത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഇവിടെയാണ്. അതാണ് ഈ ബലിയുടെ ചരിത്രത്തിലും നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ ആ ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ഈ ദുൽഹിജ്ജയിൽ നമ്മളെല്ലാവരും സ്മരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ 100 മുതലുള്ള ആയത്തുകളിൽ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും വായിക്കുക. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണവും അതിന്റെ തഫ്സീറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ 7000 രൂപയുള്ള ഒരു മനുഷ്യന് ഒരു ഷെയർ
ഷെയറെങ്കിലും എടുത്തിട്ട് ഇത്തവണത്തെ ഉളുഹിയത്തിൽ പങ്കെടുത്തിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വഫാത്തിൽ അത് പഠിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെ ലഭിക്കാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രാർത്ഥന സ്വീകരിച്ച അല്ലാഹു ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകി. ആ മകൻ പിതാവിനോടൊപ്പം നടക്കാൻ പ്രായമായപ്പോഴാണ് അതിനെ അറുക്കാൻ തീരുമാനം ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് ആവശ്യമുള്ള ഒരു മോൻ വലുതായാൽ വാപ്പാന്റെ ഒരു സന്തോഷം എന്താ? വാപ്പാന്റെ നിഴലായി, വാപ്പാന്റെ തുണയായി, വാപ്പാന്റെ അത്താണിയായി ജീവിക്കുന്നൊരു മോൻ ആലോചിച്ചു. ആ സന്ദർഭത്തിലാണ് ആ മോൻ അറക്കാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അത്തരുള്ളത്തിന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഖുത്ബയിൽ നമുക്ക് കേൾക്കാം. കുറെ കാര്യങ്ങൾ ഇതുപോലെ ഉപദേശിച്ചപ്പോൾ എല്ലാം പാസ്സായ ആളാണ്. അവസാനാണ് പൊട്ടുന്നതിന് ഇത്ര വലിയൊരു കാര്യം വരുന്നത്. മോൻ അറുത്തോളി. ആരാ പ്രിയപ്പെട്ടവർ അതിന് തയ്യാറാവുക? അതിനും അവർ തയ്യാറായി എന്ന് മകൻ പറഞ്ഞു, വാപ്പാ, എന്റെ വാപ്പാ, കൽപ്പിക്കപ്പെട്ടതുപോലെ അവിടെ നിന്ന് നിറവേറ്റുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് എന്നെ കണ്ടേക്കാം എന്ന് ആ മകൻ മറുപടി പറഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. അതിനറുക്കാനായി തുനിഞ്ഞപ്പോ റെഡിയായി. ഇന്നും നമുക്ക് കാണാം അറഫ മിന ഭാഗത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പായിട്ടും തിരിച്ചു വരുമ്പം അതിന്റെ ഇടതുഭാഗത്തായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. മിനാ ടെന്റിന്റെ ഭാഗത്തായി ഇടതുഭാഗത്തായിട്ട് ജംറയിലെത്തുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്ന പ്രദേശം. അല്ലാഹു ആലം. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത അർ-റുഅയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലാഹു അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇനി അറക്കല്ലേ. അല്ലാഹു അറക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, പകരം ഒരു ബലിമൃഗത്തെ താങ്കൾ അറക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയും പകരം ഒരു കാലിയെ അറക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ വന്ന ശേഷം അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് ഹാജിമാരൊക്കെയും ഇത് അറക്കുകയാണ്. ഇനിയോ അതിനോടുള്ള സമർപ്പണ ബോധ്യത്താൽ നമ്മളും ഈ വരുന്ന ബലിപെരുന്നാളിന് ഉദുഹിയത്ത് അറക്കുക എന്ന അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ അനുഷ്ഠിക്കാൻ പോവാണ്. എല്ലാവരും തയ്യാറാകണം. തയ്യാറാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് അള്ളാന്റെ വമ്പിച്ചൊരു പരീക്ഷണമായിരുന്നു. എന്നാണ് സൂറത്ത് സ്വഫാത്തിൽ പറഞ്ഞത്. നിശ്ചയം ഇത് തന്നെയായിരുന്നു റബ്ബിന്റെ ഏറ്റവും വലിയ സ്പഷ്ടമായ പരീക്ഷണം. അതായിരുന്നു പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം അതിന് പകരമായി അദ്ദേഹത്തിന് അറുക്കാൻ അല്ലാഹു ഒരു ആടിനെ നൽകി. ആ സൂറത്ത് സ്വഫാത്തിൽ അതിങ്ങനെ പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അല്ലാഹു ലോകാവസാനം വരെ ഉള്ള ആളുകൾക്കിടയിൽ പ്രകീർത്തിക്കുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ മേൽ രക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തരത്തിൽ, സലാം നൽകുന്ന തരത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ. നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളി. 20 വയസ്സുള്ള പെൺകുട്ടിയുടെ കല്യാണത്തിൽ ബാപ്പ നാട്ടുകാരെ മുന്നിൽ നാട്ടുകാരെ ഞെട്ടിക്കാൻ എന്താ ചെയ്യാറുള്ളതെന്നറിയോ? 20 വയസ്സുള്ള മോളായതുകൊണ്ട് ഞാൻ 20 ആടിനെ ഇറക്കാനാണ് തീരുമാനിച്ചു. നാട്ടുകാർ ഫുള്ള് പാട്ടാവും. അത് പന്തലിലും റോട്ടിലും നാട്ടിലും അത് പാട്ടാവും 20 ആടിനെ വെച്ചിട്ട്. അങ്ങനെ എന്നാലോ ഈ മനുഷ്യൻ 50 55 കൊല്ലമോ ജീവിച്ച ഈ മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു ആടിനെ പോലും അറുത്തിട്ടുണ്ടാവില്ല. അറക്കാത്ത ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? അതിന് ഈ മെഹബ് കിട്ടൂല. മറ്റേതെന്താ? ദുനിയാവിൽ കീർത്തി കിട്ടും, പക്ഷേ എന്നുള്ള പറഞ്ഞ ഏറ്റവും വലിയ അജിർ കിട്ടണമെങ്കിൽ ഇയാൾ 20 ആടിനെ അറക്കണ്ട, അയാൾ ഒരാടിനർത്താൻ മതി. അള്ളാന്റെ മാർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ടൂറുകൾ പോകുന്നവരെ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് കോഴി വെച്ചുവിടാറുണ്ട്. ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാവാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഉടനെ തന്നെ റൈസ് ആവാറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള കാര്യത്തിൽ വേഗം റെഡിയാണ്. ടൂറിനും ഹോസ്പിറ്റലിനൊക്കെ ഫണ്ട് റെഡിയാണ് നമ്മൾ. അള്ളാന്റെ മാർഗത്തിൽ 7000 വേണ്ട, അടുത്ത കൊല്ലാക്ക 7000 അതെന്തെങ്കിലും എനിക്ക് ഇന്ന യൂണിഫോമും ബാഗും ഒക്കെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അതിനെ നിസ്സാരമാക്കുന്ന എന്റെ ഹുതുബ കേൾക്കുന്ന മുഴുവൻ ആളുകളോടാണ് ഞാൻ പറയുന്നത്. 7000 സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ക്ഷമതയുണ്ടോ എന്ന് നിങ്ങളെക്കാളും അറിയുന്ന റബ്ബ് ആകാശത്തുള്ളത്.
ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമ്മുടെ യാത്രയിൽ നമ്മുടെ ടയറൊന്ന് പഞ്ചറായി, ആ വർഷാപ്പത്തെ അയാൾ പറഞ്ഞു ടയർ നീ ശരിയാവില്ല, മാറ്റണം. 6500 5 മിനിറ്റ് ഉണ്ടാവൂലേ? 6500 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കൂലേ? സംഘടിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ഭാര്യക്ക് വയറ്റുന്നൊരു വേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യണം, 7000 രൂപ വേണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് സംഘടിപ്പിക്കും. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇതേപോലെ വിളി വന്നു, മോനെ അറക്കാൻ. എന്താ ചെയ്തത്? 5 മിനിറ്റ് കൊണ്ട് റെഡിയാണ്. നമ്മളോട് പറഞ്ഞത് എന്താ? 7000 റുപ്യക്ക് 7 ആളുകൾ ചേർന്നിട്ട് നിങ്ങൾ അറക്കിൻ, 9000-ന് 10,000-ന്. നമ്മൾ പറഞ്ഞു ആയിട്ടില്ല, മോളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആവട്ടെ. അവസാനം അയാൾ അറക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ചിന്തിച്ചു നോക്കി. കഴിയില്ല പല ആളുകൾക്കും നീട്ടിവെച്ച് ഈ വലിയൊരു ഇബാദത്തിനെ വളരെ നിഷ്കരണം നിഷേധിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളീൻ, നമുക്കുള്ള ഏറ്റവും വലിയ ചാൻസാണ് ഈ വരുന്നത്. എല്ലാവരും തയ്യാറാകുക. അള്ളാഹു അതിനുള്ള മനസ്സും അറിവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ബലിയുടെ ലക്ഷ്യം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് തയ്യാറാകുക തന്നെ ചെയ്യും. അത്തരുണത്തിലാണല്ലോ പറഞ്ഞത് ബലി കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണെന്ന. ഈ എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിൽ അല്ലാഹു പറയുന്നുണ്ട്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറ സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് ആ അവസാനത്തെ വാക്കുകൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് മാത്രമാകുന്നു, ആകയാൽ അവന് മാത്രം എന്ത് ചെയ്യുക? കീഴ്പ്പെടുക. ഇസ്ലാം അതാണ്. ഇസ്ലാം അനുശാസിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമുദായത്തിലും തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളുടെ മേൽ അത് അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഉളുഹിയ്യത്ത് നടത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി സൂറത്തു കൗസറിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, خصحاتين العبادتين بالذكر لأنهما من أفضل العبادات وأجل القربات. അദ്ദേഹം പറയാണ്, ഈ രണ്ട് ആരാധനകളെ ഏത്? ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി വൻഹർ. ഇതിനെ രണ്ടിനെയും പറയുകയാണ്. ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി സ്മരിച്ചതിന്റെ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും റബ്ബിലേക്ക് ഉന്നതമായ സാമീപ്യം ലഭിക്കുന്ന ആരാധനയുമായതുകൊണ്ടാണ്. ഒന്ന് നമുക്കറിയാം, നമസ്കാരം നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന ഒരു സൽക്കർമ്മ നമസ്കാരം, ഒരു സംശയമില്ല, ആർക്കും അതിൽ ആശങ്കയില്ല. എന്നാൽ അതിന്റെ കൂടെ ഖുർആൻ പറയാണ്, ഈ അറിവ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ സാമീപ്യം ലഭിക്കുന്ന കർമ്മമാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തുടർന്ന് പറയാണ്, വഫിൻ നഹരി തഖറബുൻ ഇലല്ലാഹി ബിഅഫ്ളലി മാ ഇൻദൽ അബ്ദി മിനൽ നഹായിർ വഇഖ്റാജുൻ ലിൽ മാഇ അല്ലദീ ജബലത്തിൻ നുഫൂസ് അലാ മഹബ്ബതിഹി വശുഹുബിഹി. അദ്ദേഹം പറയാണ്, ബലിയിൽ അടിമയുടെ അടുത്ത് അറുക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതിനെ അറുത്തുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ് ബലി. അതോടൊപ്പം മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതും പിശുക്ക് കാണിക്കുന്നതുമായ സമ്പത്ത് അതിന് ചെലവഴിക്കുകയും ചെയ്യലുമാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഈ സന്ദർഭത്തിൽ നമ്മളെ പിശാച് പിടിച്ചു വലിക്കും. മാടാതെ പണിക്ക് നിൽക്കണ്ട, നാട്ടിൽ ഇറച്ചി അധികമാണ്, നാട്ടിലിത് ജനങ്ങൾക്ക് വെറുതെയാണ് എന്നൊക്കെ ആളുകളോട് പറയും. ആര് പറയും? പിശാച് പറയും. നമ്മളും വിചാരിക്കും വെറുതെ അർത്ഥത്തെന്തിനാണ്, വെറുതെ ഫ്രീസറിൽ കിടക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഫ്രീസറിൽ കിടക്കലും ജനങ്ങൾക്ക് കൊടുക്കലും ജനങ്ങൾക്ക് കിട്ടലും ഒന്നല്ല ഇത് കഥ. നമ്മളുടെ തെക്കുവയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ള നോട്ടമാണ്. എന്നിട്ട് നിങ്ങൾ എത്തിക്കും, അതില്ലാത്ത ആളുകൾക്ക് എത്തിക്കുക, അത് വേവിച്ച് വിതരണം ചെയ്യുക, വേവിക്കാതെ വിതരണം ചെയ്യുക, നമ്മൾ തിന്നുക. ഇതൊക്കെയും അതിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ അതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആത്മാവും ലക്ഷ്യവും ഉൾക്കൊണ്ടുകൊണ്ടാകണം നമ്മളുടെ അറിവ്. അതല്ലാത്തവ അള്ളാഹുവിലേക്ക് എത്തൂലാന്നുള്ള ഉറപ്പുണ്ടാണ്. വെറുതെ 7000 കൊണ്ടിട്ട് കളയണ്ട, 9000 കൊണ്ടിട്ട് നഷ്ടപ്പെടുത്തണ്ട, മറിച്ച് തഖ്വയോടുകൂടി അത് നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരോടും ജന്തുജാലങ്ങളോടും നീതി പുലർത്തുന്ന നിയമനിർദ്ദേശങ്ങൾ മാത്രമേ പ്രപഞ്ചനാഥൻ അന്തിമമായിട്ട് ഉണ്ടാക്കിയുള്ളൂ. കാരണം എന്താ? ഖുർആൻ പറയുന്നുണ്ട്, വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. കാലികളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ.
തഅക്കുലൂൻ, നിങ്ങൾക്ക് അവയിൽ തണുപ്പിൽ നിന്ന് ചൂട് നൽകാനും മറ്റു പ്രയോജനങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവയിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാനും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅക്കുലൂൻ. അടുത്ത ആയത്തിൽ പറയുന്നു അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅക്കുലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാലികളെ അവയിൽ ചിലതിനെ നിങ്ങൾക്ക് തിന്നാൻ, നിങ്ങൾക്ക് സവാരി ചെയ്യുവാൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതിൽ ചിലതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാനും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ആ രണ്ടായത്തുണ്ടല്ലോ, ഒരൽപ്പം ഈമാനുള്ള സത്യവിശ്വാസി ഈ ആയത്തിലിരിക്കും. അള്ളാഹ് എങ്ങനെ ഇത് കൊണ്ടെത്തുന്നിട്ടുള്ളത്? വസ്ത്രം, വാഹനം, ഭക്ഷണം ഒക്കെ ഒരു ജീവിന്ന് തരികയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ പരാക്രമത്തിൽ നിന്ന് നമ്മളെല്ലാവരും സംരക്ഷിക്കുമാറാവട്ടെ. അലസതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. ഇത്തവണത്തെ ഉലുഹിയ്യത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുക. അല്ലാഹു നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹൻ നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് വസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. ഇനി ഉലുഹിയ്യത്തിൽ തയ്യാറായ കുറെ ആളുകളുണ്ടാവും. തയ്യാറാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ഒരുങ്ങാനും ശ്രദ്ധിക്കാനുമുണ്ട്. ഒന്നാമത് നമ്മൾ പഠിച്ചു, കഴിവുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുക എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പോലും എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല. എത്രത്തോളം അറിയൂ, ഇതിന് താല്പര്യമുണ്ട്. ഇത് പിന്നീട് ഇതിന്റെ ഫണ്ട് കണ്ടെത്താനും കഴിയുന്ന ഒരാളാണെങ്കിൽ കടം വാങ്ങിയിട്ട് വരെ ചെയ്യാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറ്റൊരാളോട് തൽക്കാലം വോളിയം ചെയ്തിട്ട് വരെ ഉലുഹിയ്യത്തിൽ പങ്കെടുക്കും. ഇനി ഒരു എക്സ്ക്യൂസും നമുക്കില്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയോ ഉലുഹിയ്യത്തിന്റെ കാര്യത്തിൽ നിർബന്ധമാണോ സുന്നത്താണോ എന്ന കാര്യത്തിലൊക്കെ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. എന്നാൽ ഇത് നിർവഹിക്കുക എന്ന കാര്യത്തിൽ എന്തില്ല, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ ബലികർമ്മത്തിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്ന ഹദീസുകളുടെ ആധിക്യം കാരണത്താൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ബലികർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. മൻ വജദ സഅതൻ ലഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ദുർ മുസല്ലാനാണ് പറഞ്ഞത്. ഉലുഹിയ്യത്തിന് കഴിവുണ്ടായിട്ടും ബലിയർക്കാത്തവർ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താക്കും നമ്മള്? പെരുന്നാക്ക് വരണ്ടെന്നാ പറഞ്ഞത്. അറക്കാൻ കഴിവുണ്ടായിട്ട് അറക്കാത്തവനോട് നിങ്ങൾ പെരുന്നാക്ക് മുസല്ലയിലേക്ക് വരണ്ടെന്ന് എന്ന് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അർഹത അവിടെ നഷ്ടപ്പെടും. കാരണം എന്താ, ഈ അറിവിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ. ഈ വൻഹർ, ഈ നഹർ ചെയ്യാതെ എന്ത് ചെയ്യാണ്, സലാത്തിന് വരണ്ടാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, സ്വന്തം കുടുംബത്തിന് ജീവിക്കാൻ ഉതകുന്ന ആ ശേഷിയുള്ള അത് കഴിച്ചിട്ട് ബാക്കി ഉലുഹിയ്യത്ത് അറക്കാൻ കഴിവുള്ള ആൾക്കാർ ഒരർക്ക്. ഇതാണ് അതിന്റെ കണക്ക്. നമ്മുടെ ജീവിതം, ഭക്ഷണം, ആ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ബാക്കി ഇതിനുള്ള തുക ഉള്ള ആളുകൾ അറക്കൽ തന്നെയാണ്. ഇനിയോ ആടാണെങ്കിൽ ഒരാൾ തനിച്ചും മറ്റുള്ള മാടുകളാണെങ്കിൽ 7 പേര് വരെ കൂടിയിട്ട് അതിന് പറ്റും. ഇനി അറുക്കുന്ന മൃഗം യാതൊരുവിധ ന്യൂനതകളും ഇല്ലാത്തതും പ്രായം തികഞ്ഞതുമാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഉലുഹിയ്യത്തിന് നിയ്യത്ത് വെച്ച ആളുകൾ അവർ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അത് അറക്കുന്നത് വരെ അവരുടെ ഈ ശരീരത്തിലെ സ്വകാര്യ ഭാഗത്തെ രോമങ്ങൾ, താടി, മീശ, നഖം ഇതൊന്നും വെട്ടാനോ വടിക്കാനോ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം, ദുൽഹിജ്ജ മാസം തുടങ്ങുന്നതിന്റെ മുമ്പ് അതൊക്കെ നമ്മൾ ശരിയാക്കി കളയുക. എന്നിട്ട് പിന്നീട് ഈ അറിവിന് ശേഷമേ അത് പാടുള്ളൂ. അത് നമ്മളെല്ലാവരും ഓർക്കുക. ഇനി അതിന് നിയ്യത്ത് വെച്ച ആളുകൾ അവർക്ക് ഇനി കുറച്ച് ദിവസം കൂടി അതിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലൽ ആശർ വഇൻദഹു ഉളഹിയ്യതു യുരീദു അൻ യുളഹിയ ഫലാ യഖുദന്ന ശഅറൻ വലാ യഖലിമന്ന ദുഫറൻ. അല്ലാഹു റസൂൽ പറയുന്നു, ദുൽഹിജ്ജ 10ലേക്ക് പ്രവേശിച്ചാൽ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവർ അവരുടെ രോമങ്ങൾ നീക്കുകയോ നഖം വെട്ടുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നമ്മൾ അറേഞ്ച് ചെയ്യുക, എവിടെ ഇറക്കണം, എവിടെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് എന്താണോ കഴിയുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, പൈസക്കാരാണോ എന്റെ കുത്തുബ കേൾക്കുന്നവരിൽ എത്ര പേരുണ്ട് അവരോട് നിങ്ങളൊക്കെ ഒറ്റക്ക് ഓരോ ആടിനെ തന്നെ ഇറക്കണ്ടേ. പൈസക്കാരായ നമുക്ക് ഏഴാക്കും കൂടി കൂടിയാലും പറഞ്ഞാൽ ഈ ഏയാൾ അത് പറ്റൂല. നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് അറക്കുക. ആടുമാടുകൾ നിങ്ങളെ കയ്യിലൂടെ തിന്നട്ടെ.
കഴിവുള്ള ആളുകൾ കൊടുക്കും. നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു അത് വർദ്ധിപ്പിച്ച് തരിക ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തരുണത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ കർമ്മത്തിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം പെരുന്നാളാണ്, അതിനോടടുത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഈ പർച്ചേസിലും ആഘോഷങ്ങളിലും ഒക്കെ ഒന്നും ഒരതിരും കവിയാൻ പാടില്ല. കാരണം ആഘോഷങ്ങളില്ലാത്ത, പർച്ചേസ് ഇല്ലാത്ത സമൂഹം നമ്മുടെ പരിസരത്ത് തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഉള്ളതിൽ മികച്ചതും ഇനി അതിന് കഴിവുള്ള ആളുകൾ പുതിയതും വാങ്ങാന്നല്ലാതെ അടിച്ചു പൊളിച്ച് പൈസ തീർക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഉള്ളത്. ആ കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്കത് അറിയാൻ കഴിയില്ല. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നൊന്നും നമ്മൾ കേൾക്കൂല. പത്രങ്ങളിൽ വരില്ല, അതേപോലെ വാർത്തകളിൽ അത് വരില്ല. വരാത്തത് കൊണ്ടാണ്, വരുത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നതൊന്നും അല്ല ദുനിയാവിൽ നടക്കുന്നത്. ഒരുപാട് ആളുകൾ വമ്പിച്ച പ്രയാസത്തിലും പീഡനത്തിലുമാണ്, വമ്പിച്ച പ്രയാസത്തിലാണ്. ഒരു നേരം കിടക്കാൻ പോലും കഴിയാതെ രോഗികളായ ആളുകളെ വീൽ ചെയറുകളിൽ കിടത്തി ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ 3 മക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. അതിനിടയിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കുകയും ആളുകൾക്ക് നമ്മളുടെ സമ്പത്തിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ എന്തൊക്കെ സഹായമാണോ, കൈയുണ്ടോ കാലുണ്ടോ എന്തൊക്കെയാണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അതൊക്കെ പരസഹായങ്ങൾ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി, പ്രത്യേകിച്ച് നമ്മൾ അറിയാത്ത ഒരുപാടധികം മുസ്ലിങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ നേരത്തും നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യന്റെ പ്രതിഫലം എന്താണെന്നറിയോ? ദുനിയാവിൽ എത്ര മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ടോ അത്ര പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തിടുന്ന അത്രയും അല്ലാഹു നമുക്ക് വേണ്ടി കിട്ടും. എന്ത് ചെയ്തരും? ഇസ്തിഗ്ഫാർ നടത്തി തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം അതിര് കവിഞ്ഞ ആഘോഷങ്ങളിൽ നിന്ന് നമ്മളൊക്കെയും മാറി നിൽക്കുക. അതൊരു ഒരു ഇസമല്ല, ഒരു സംഘടനാ സർക്കുലർ അല്ല പ്രിയപ്പെട്ടവരെ. ഒരു ആദർശബോധമുള്ള ഒരു സത്യവിശ്വാസി കഴിയില്ല അതിന്. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അറിവുകളും ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്, അതിൽ കൂടിയിട്ടുണ്ട്, അതുപോയി തിന്നിട്ടുണ്ട്. പക്ഷെ അതിൽ മിക്കതും അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്തതാണ്, മിക്കതും സഹാബാക്കൾ ചെയ്യാത്തതാണ്. അവർക്കെന്താ അതിന് പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ആലോചിച്ചു. ഒരുപാട് സമ്പന്നരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കന്നുകാലിക്കൂട്ടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളുള്ള സഹാബാക്കൾ ഉണ്ടായിരുന്നു. 2 അറുത്തിട്ട് ആഘോഷിച്ചുകൂടായിരുന്നു. പക്ഷെ റസൂലുള്ള പഠിപ്പിക്കാത്തത് കൊണ്ട് അവർ ആ ആഘോഷത്തിൽ അങ്ങനെ പുഴുങ്ങി തിന്നിട്ടില്ല. മറിച്ച് നിങ്ങൾ ആലോചിച്ചോളി, ലാസ്റ്റ് ആയിട്ട് ഒരു വാചകം പറയാണ്, ഇത് ഈ ഉദയത്തിനും ഇങ്ങനെയുള്ളതിനൊക്കെ പിറകോട്ടായിരിക്കും ഒരു കൂട്ടർ, ആ കൂട്ടർ അതിനു മുന്നിലായിരിക്കും. ശരിക്കും ആലോചിക്കുക. തിരിച്ചും പറയാം, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഭക്ഷണം കൊടുക്കലും അതേപോലത്തെ ഈ മറ്റുള്ള ഈ നേതാക്കന്മാർക്കും മഹാന്മാർക്കും വേണ്ടിയിട്ടൊക്കെ അറക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി അറക്കുന്നതിൽ പിന്നോട്ടാണ്. അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു ഏറ്റവും ശറഈയായ രൂപത്തിൽ ഇത്തരം ബലികർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഗഫിർ ലനാ വ ലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم صل على محمد وعلى آل محمد.